കേരളത്തിലും SIR നടപ്പിലാക്കണമെന്ന ആവശ്യം BJP നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി സുപ്രീം കോടതിയിൽ നൽകി. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കണമെന്നാണ് ഹർജി. സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, ബീഹാറിൽ വിവാദമായ ഒരു പരിപാടിയാണിത്. കേരളത്തിലും ഇത് വേണമെന്നുള്ള ആവശ്യം, ഇതിന്റെ ഒരു സാഹചര്യം എന്താണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കാൻ? രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു, രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും SIR നടപ്പിലാക്കണമെന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് BJP നേതാവും പിന്നെ അഭിഭാഷകനുമായിട്ടുള്ള അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജിയിൽ പറയുന്നത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കണമെന്നാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം, അതുപോലെ തന്നെ പോണ്ടിച്ചേരി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇവിടങ്ങളിലും ബീഹാറിന് സമാനമായി SIR നടപ്പിലാക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യം ഉന്നയിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇതിനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും അടുത്ത വർഷം മെയ്യിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാവുക. ഇതിനു മുൻപ് തന്നെ SIR നടപ്പിലാക്കണമെന്നും ഇവിടെയുള്ള കള്ള വോട്ടർമാരെയും പുറത്തു കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യം ഉന്നയിക്കുന്നു. സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എത്രയും വേഗം നൽകണമെന്നാണ് ഇദ്ദേഹം തന്റെ ഹർജിയിലൂടെ ആവശ്യം ഉന്നയിക്കുന്നത്. ബീഹാറിൽ ഇപ്പോൾ 65 ലക്ഷം കള്ള വോട്ടർമാർ പുറത്തു വന്നു. ഇതുപോലെ ഈ സംസ്ഥാനങ്ങളിലും നിരവധി കള്ള വോട്ടർമാരുണ്ട്. ഇവരുടെ പേര് വിവരങ്ങളും കൂടി പുറത്തു വരണം എന്നാണ് ഇയാൾ ആവശ്യം ഉന്നയിക്കുന്നത്. രാജ്യത്തിപ്പോൾ ആധാർ കാർഡ് ഉൾപ്പെടെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന അവസ്ഥയായിട്ടുണ്ട് പല ബ്ലാക്ക് മാർക്കറ്റുകളിലും. ഇതിലൂടെ പല വിദേശ പൗരന്മാരും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെയുള്ള വിദേശ പൗരന്മാർ ഇന്ത്യൻ പൗരത്വം നേടുന്നു. ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും ഇയാൾ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ശരി. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.